ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ റീക്യാപ്പിൽ കണ്ട പോലെ നമ്മളിതേ പോകാൻ പോകുന്നത് കുമരകത്തേക്കാണ്, നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലോ ഈ പ്ലേസൊക്കെ കാണാൻ തന്നെ. അവിടെ ചെന്നപ്പോൾ തന്നെ കാണുന്നത് 3 പഞ്ചാബീസിനെയാണ്. അവിടെ നമ്മുടെ നാടും കൾച്ചറും ഒക്കെ പഠിക്കുവാനായിട്ട് വന്നതാണ്. താളി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നും അതിൻ്റെ ഔഷധ ഗുണങ്ങളും ഒക്കെയാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒക്കെ ഹിന്ദിയിൽ തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചേട്ടൻ അടിപൊളിയായിട്ട് ഹിന്ദി പറയും, ഇവിടെ ഏത് ഭാഷ വേണമെങ്കിലും പോവും. പിന്നെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തേങ്ങയുടെ തൊണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ ഹസ്ക് എന്ന് പറയും, അതിൽ നിന്ന് ഫൈബർ എടുത്തിട്ട് എങ്ങനെയാണ് കയറ് പിടിക്കുന്നതെന്നാണ് കാണിച്ചു കൊടുക്കുന്നത്. അതിനൊരു പ്രത്യേക മെഷീനും ഉണ്ട്. ഇവിടെ ഒരു മെയിൻ സംഭവം തന്നെയാണ് കയറ് പിരിക്കുന്നത്. എത്ര പേർക്കറിയാം, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത് കാണുന്നത്. നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇത് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ കൾച്ചറും ബ്യൂട്ടിയും ഒക്കെ അവർ പഠിക്കണ പോലെ തന്നെ നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും ഒക്കെ കണ്ടു പഠിക്കണം. നമ്മുടെ രീതിയിൽ അവർക്ക് മുണ്ടൊക്കെ ഒടിപ്പിച്ച് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ഈ ഫൈബറൊക്കെ വെച്ച് ആ മെഷീനിൽ നിന്ന് കയറ് പിരിക്കുന്നത് കാണാനും അവരുടെ ആ സന്തോഷം കാണാനും തന്നെ അടിപൊളിയായിരുന്നു. വന്ന എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പരിചയപ്പെട്ടു വന്നപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരി ഒരു സ്കിൻ ഡോക്ടറാണെന്ന്. അത് മാത്രമല്ല, ഈ മുത്തശ്ശിയില്ലേ, എൻ്റെ സ്വന്തം മുത്തശ്ശിയാണ്. കൈവച്ച് എങ്ങനെയാണ് കയറ് പിടിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇവർക്ക്. ആൻഡ് ദേ വർ ഫൈൻഡിങ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദാറ്റ്. അത് കഴിഞ്ഞപ്പോഴാണ് ദേ വർ വെരി എക്സൈറ്റഡ് അബൌട്ട് വിയറിങ് ദ കേരള സാരി, നമ്മുടെ ട്രഡീഷണൽ കേരള കസവും മുണ്ടും. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ആക്കിയിരുന്നത്. കുറേ കാലം കൊണ്ടുള്ള പ്ലാൻ ചെയ്തായിരുന്നു ഒരു ബോട്ടിങ്ങിന് പോകാന്നുള്ളത്. ഈ ക്യൂട്ട് ബോട്ടിൽ 15 മെമ്പേഴ്സിന് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, കിടന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ബെഡ് സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഒരു 1 ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ ബോട്ടാണ്. അത്യാവശ്യം സ്പേഷ്യസുമാണ്. ഇന്നത്തെ നമ്മുടെ മെയിൻ ഉദ്ദേശം സൺസെറ്റ് കാണാൻ പോകുന്നതാണ് വിത്ത് അവർ ഫാമിലി ആൻഡ് കസിൻസ്. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കാനുള്ള സ്ഥലമൊക്കെ ബോട്ടിലുണ്ട്. സൺസെറ്റ് കാണാൻ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലേക്കാണ്. ഈ സൈഡിലായിട്ട് കാണിക്കുന്നത് ഹോം സ്റ്റേസ് ആണ്. ഹോംലി ഫുഡും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എല്ലാ ഫെസിലിറ്റീസോടും കൂടി നിങ്ങൾക്ക് സ്റ്റേ ആക്കാൻ പറ്റും. ഇത് ഫോറിനേഴ്സിന് മാത്രമല്ല, നമ്മൾ ലോക്കലൈറ്റ്സിനും ഇവിടെ വന്ന് ചില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ കുമരകത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയ സ്പീഡ് ബോട്ട് തൊട്ട് വലിയ ഹൗസ് ബോട്ട് വരെ നമുക്ക് കാണാൻ സാധിക്കും, ഇൻക്ലൂഡിങ് റൂംസ് ഉള്ള ബോട്ട് വരെ. ഈ ഒരു അടിപൊളി ജേർണിയിൽ എനിക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റാണ്ട് പോയൊരു കാര്യമാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കായലിൽ നിന്ന് തന്നെ മീനെ പിടിക്കാനുള്ള അവസരം ഇവരുണ്ടാക്കി തരുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്ക് ലൈവായിട്ട് ഈ ബോട്ടിൽ തന്നെ കുക്കിംഗ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അത് നമുക്ക് ഫുഡായിട്ട് സെർവ് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇതൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അത് ഈ പാക്കേജിൽ നമ്മൾ നേരത്തെ പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്.
കണ്ടുകൊണ്ടിരിക്കുന്നതാണ് KTDCയുടെ വാട്ടർസ്കേപ്സ് കുമരകം ബേർഡ് സാഞ്ചുറി. ഇത് ഒരുപാട് നടന്ന് കാണാനുള്ള സ്ഥലമുണ്ട്. അതേപോലെ വളരെ കാം ആൻഡ് സൂത്തിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റുള്ള സ്ഥലമാണ്. മുൻപൊരിക്കൽ പോയിട്ടുള്ളത് കൊണ്ടും നമ്മുടെ മെയിൻ ഉദ്ദേശം സൺസെറ്റ് ആയതുകൊണ്ടും അങ്ങോട്ടേക്ക് നമ്മൾ പോയില്ല. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങുവാണെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആക്കി നിങ്ങൾക്ക് എൻജോയ് ആക്കാവുന്നതാണ്. ഇപ്പം എൻ്റെ ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു റിസോർട്ടാണ്. ഇവിടെ ഹോം സ്റ്റേയും റിസോർട്ടും എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെ നമ്മളിതേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ആ കാണുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് കുറച്ച് നേരം ബോട്ടൊക്കെ നിർത്തിയിട്ട് നല്ല അടിപൊളി സൺസെറ്റ് കാണുന്നതാണ് നമ്മുടെ പ്ലാൻ ഇന്നത്തെ. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ബോട്ടുകൾ അങ്ങോട്ടേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യണ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. ഈ ബോട്ടിംഗ് യാത്രയിൽ ഫോറിനേഴ്സിന് മാത്രമല്ല കാണാൻ സാധിച്ചത്, നമ്മളെപ്പോലെ ഫാമിലി ആയിട്ട് ഇതേപോലെ വേറെ കേരളത്തിലെ ഫാമിലീസും യാത്ര ചെയ്ത് ചില്ല് ചെയ്യാൻ വരുന്നുണ്ട് ഇവിടെ. ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്കും ബോട്ട് ഓടിക്കാൻ തരുന്നതാണ്. എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പോഴത്തേക്കും ബോട്ടൊക്കെ നമ്മൾ നിർത്തിയിട്ട് കേട്ടോ, കായലിൻ്റെ നടുക്ക്. ഞാൻ കഴിക്കുന്നത് കപ്പയും ബീഫുമാണ്. ഇതേപോലെ നിങ്ങൾ ഈ ജേർണിയിൽ വരുമ്പം നിങ്ങൾക്ക് ഹോംലി ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ തയ്യാറാക്കി വെക്കുന്നതാണ്. ഇത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് ഷാപ്പിലെ ഫുഡ് വേണോ എന്താണെങ്കിലും ഇവിടെ പൊക്കോളും. സൺസെറ്റ് കാണാൻ വന്നതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യൻ ക്ലൗഡിൽ മറിഞ്ഞുപോയി. സ്റ്റിൽ കുറേ നേരം ഞങ്ങൾ ബോട്ട് നിർത്തിയിട്ട് കാറ്റൊക്കെ കൊണ്ട് സംസാരിച്ചു. തിരിച്ചപ്പോൾ നൈറ്റായി. നൈറ്റ് റൈഡും അടിപൊളിയായിരുന്നു. ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ചില്ല് ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. നമ്മുടെ ഈ ജേർണി എൻഡിലേക്ക് വരുമ്പോൾ ഐ ഹാവ് ടു ടെൽ താങ്ക് യു മാമൻ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ മെമ്മറബിൾ ജേർണി. നിങ്ങൾക്ക് ഇതേപോലെ ഒരു അടിപൊളി മെമ്മറബിൾ ജേർണി വേണമെങ്കിൽ കോൺടാക്റ്റ് ആക്കേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ ക്യൂട്ട് ബോട്ടിൻ്റെ പേര് ഇവാനിയ എന്നാണ്. അപ്പോൾ ഈ ജേർണി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അത് മാത്രമല്ല, ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.